എൻ്റെ മരുമോളായോണ്ട് പറയണല്ല, എൻ്റെ മരുമോൾ എല്ലാ ജോലിയും ചെയ്യും, എന്ത് പറഞ്ഞാലും ചെയ്യും. വീട്ടിലെ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്യണത്. ഞാനിപ്പോൾ ഒരു പൊടി പോലും കുനിഞ്ഞൊരു പൊടി പോലും എടുക്കില്ല, എല്ലാം അവിടെ തന്നെ ചെയ്യും. ഞാൻ വല്ലതും ഇങ്ങനെ ഒന്ന് കുനിയാൻ പോവുകയാണെങ്കിൽ ഉടനെ അവൾ പറയണ എന്തിനാ അമ്മ എന്തിനമ്മ കുനിഞ്ഞത്, അമ്മ കുനിയരുത്, അമ്മ പോയി അവിടെ ഇരിയെന്ന് പറഞ്ഞ് എന്നെ കുനിയാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെ എല്ലാം പിന്നെ മിണ്ടാതെ അവിടെ ഇരിക്കും, ഒന്നും ചെയ്യൂല. അവൾ എന്നെ എല്ലാം ചെയ്യണത്. അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കഴുകി വെക്കും, ആഹാരം വെക്കും. പിന്നെ എൻ്റെ മോനുള്ള എല്ലാ ഭക്ഷണവും രാവിലെ 7 മണിയാകുമ്പോൾ റെഡിയാക്കും. എല്ലാം കൊണ്ട് അവന് കൊടുത്ത് വിടും, എല്ലാ കാര്യം നോക്കും. എൻ്റെ ചേട്ടൻ്റെ കാര്യങ്ങൾ നോക്കും. ആ ചേട്ടന് ഇഷ്ടപ്പെട്ട ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെക്കും. എങ്ങനെ ഉണ്ടാക്കി വെക്കണമെന്നോ ചില നേരത്തെ ഞാൻ വിചാരിക്കും എൻ്റെ മരുമൊക്കെ 10 കൈ ഉണ്ടായി എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അമ്മാതിരിയുള്ള സ്പീഡ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇങ്ങനത്തെ സ്പീഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ മരുമോക്ക് നല്ല സ്പീഡും എന്ത് ജോലിയൊക്കെ ചെയ്യണമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ അങ്ങനെയാണ് പഠിപ്പിച്ച് വിട്ടത്. അത് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമല്ലേ. നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മരുമോളെ കിട്ടണത്. വീട്ടിലെല്ലാ ജോലിയും ചെയ്യും. ഞാൻ വന്നതിൻ്റെ അന്ന് എന്നെ എല്ലാം പറഞ്ഞു കൊടുത്തു. വാഷ് ബേസിലോ കാര്യങ്ങൾ അതെല്ലാം എപ്പോഴും ക്ലീൻ ചെയ്തിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവൾ അതുപോലെ ഇപ്പോഴും അതേപടി തന്നെ അനുസരിക്കും. പിന്നെ അങ്ങനെയൊക്കെ കിട്ടണ ഒരു ഭാഗ്യമല്ലേ. അപ്പോൾ അതിൽ ഞാൻ ഭാഗ്യവതിയാണ്. പിന്നെ വീട്ടിൽ പോവേയില്ല, വീട്ടിൽ അവൾ പോവേയില്ല. ഞാൻ പറയും മോൾ 2 ദിവസം ചെന്ന് നില്ല്, നിൻ്റെ അമ്മയൊക്കെ ഉള്ളയല്ലേ, അമ്മയും അച്ഛനൊക്കെ ഉള്ളയല്ലേ, മക്കൾ ചെന്നില്ലേ എന്ന് പറഞ്ഞ് അവൾ പറയും എന്തിനമ്മ, എൻ്റെ വീട് ഇതല്ലേ, എൻ്റെ ചേട്ടൻ്റെ വീടല്ലേ എൻ്റെ വീട്, അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ അവൾ പോവേയില്ല. എന്നെ കാണാനും അവൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റൂല. അങ്ങനെ കിട്ടാൻ ഒരു ഭാഗ്യം വേണം. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി എന്തായാലും. ദൈവത്തിന് നന്ദി.